പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കൂടെ സങ്കീർത്തനം 55:22 ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 55:22 ഒന്നുകൂടെ പറഞ്ഞേ. സങ്കീർത്തനം 55:22 അതിപ്രകാരമാണ്: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. പറഞ്ഞേ, നിന്റെ ഭാരം ആരെ ഏൽപ്പിക്കണം? കർത്താവിനെ ഏൽപ്പിക്കുക. ഭർത്താവിനെ അല്ല, പിന്നെ ആരെയാ? കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പറഞ്ഞേ, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ആമേൻ. ആമേൻ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ പോലും, പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുമ്പോൾ പോലും സാധാരണ വലിയ ഭാരവും വലിയ ദുഃഖവും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്: എന്തു ചെയ്യണം? കർത്താവിനെ അങ്ങ് ഏൽപ്പിക്കുക, കർത്താവിനെ അങ്ങ് കൊടുക്കുക. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. ഏൽപ്പിച്ചവരൊന്ന് കൈവയ്ക്കുക. കർത്താവിനെ ഭാരം ഏൽപ്പിച്ചവർ അവർക്ക് ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. കർത്താവിനെ ഭാരം ഏൽപ്പിക്കാത്തവർക്ക് ചിരിക്കാനൊന്നും പറ്റില്ല. അപ്പം കർത്താവിനെ ഭരമേൽപ്പിച്ചാൽ കർത്താവ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? താങ്ങിക്കൊള്ളും. അവിടുന്ന് താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 55:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും. പറഞ്ഞ്, സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. അവിടുന്ന് എന്റെ സ്വരം കേൾക്കും. അവിടുന്ന് എന്റെ സ്വരം കേൾക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ ആവലാതിയോടെ, സങ്കടത്തോടെ, വേദനയോടെ പ്രാർത്ഥിക്കുന്നവരോട് കർത്താവ് പറയാണ്: ഞാൻ നിന്റെ സ്വരം കേൾക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഞാൻ നിന്റെ സ്വരം കേൾക്കുന്നുണ്ട്. ഉറപ്പ് തരികയാണ്: ഞാൻ നിന്റെ സ്വരം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്റെ സ്വരം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നീ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനം 57:5 നമ്മളിങ്ങനെ പറയുകയാണ്: ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. പ്രാർത്ഥിച്ചേ. ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ഒന്നും കൂടെ: ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ആമേൻ. ആമേൻ. വലത്തേർ ഉയർത്തി. ആമേൻ. 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 ദൈവത്തിന്റെ മഹത്വം ഭൂമി മുഴുവൻ, ലോകം മുഴുവനിലും, നമ്മളിലും, നമ്മുടെ കുടുംബത്തിലും നിറയണം. അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പറഞ്ഞ വചനം എന്തായിരുന്നെന്ന്? സാത്താൻ്റെ നുണകളെക്കുറിച്ചാണ് സിസ്റ്റർ പറഞ്ഞത്, അല്ലേ? സാത്താൻ പറയുന്ന കുറേ നുണകൾ. അത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നൊരു കൈവയ്ക്കുക. ഉണ്ടോ? ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും സാത്താൻ പറയുന്ന നുണ? എന്നതാ ഓർക്കുന്നേ? സാത്താൻ എന്ത് നുണയാണ് പറയാറ്? നമുക്കതെല്ലാം ഒന്നും കൂടെ സിസ്റ്റർ അത് ഓർമ്മിപ്പിക്കാം. ഈ സാത്താൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? മാലാഖമാരുടെ വീഴ്ചയാണ് സാത്താൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണം. മാലാഖമാരുടെ വീഴ്ചയാണ് സാത്താൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണം. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നിത്യവും എന്ത് ചെയ്യുകയായിരുന്നു? മാലാഖമാരെന്ത് ചെയ്യുമായിരുന്നു? ദൈവത്തിൻ്റെ മുൻപിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നത് ഇഷ്ടമില്ലെന്നായി, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നായി, അവരുടെ ഉള്ളിൽ അഹംഭാവവും അഹങ്കാരവും ഒക്കെ വന്നപ്പോഴത്തേക്ക് മാലാഖമാരാരായി മാറി? സാത്താനായി മാറി. ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പ്രകാശിപ്പിക്കുന്നവൻ, പ്രകാശം എന്നൊക്കെയാണ്. പക്ഷേ അവർ ഈ പ്രകാശത്തിൽ നിന്ന്, മാലാഖമാർ ദൈവത്തോടൊപ്പം പ്രകാശത്തിലായിരുന്നു, പക്ഷേ അവർ ദൈവം എന്ത് ചെയ്തു? അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. അവരെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം
12 മുതലുള്ള തിരുവചനം. മനുഷ്യപുത്ര, ടേർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യവും സമ്പുഷ്ടനും. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്പരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഹോമന്തകം, ഇന്ദ്രനീലം, വൈരൂഢ്യം, മരതകം എന്നിങ്ങനെ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രഥങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. ഉണ്ടോ? ദൈവം എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ സൃഷ്ടിച്ചു. പക്ഷേ അധർമ്മം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം കൊടുത്ത മുഴുവൻ സൗന്ദര്യവും ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും അവന് നഷ്ടപ്പെട്ടു. പാപം നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവൽ നിന്ന ഗരൂബ് തിളങ്ങുന്ന രത്നങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞ് കളഞ്ഞു. അപ്പം മാലാഖമാർ, ദൈവത്തോടൊപ്പമായിരുന്ന മാലാഖമാരെ ദൈവം തന്നെ എടുത്ത് എറിഞ്ഞ് കളഞ്ഞതാണ് സാത്താൻ. എപ്പോഴാണ് എറിഞ്ഞ് കളഞ്ഞത്? തിന്മ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ, അഹംഭാവവും അഹങ്കാരവും ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14, 12, 15 കൂടെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുൻപിൽ നിർത്തി. 3 മഹത്തായ ദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. 1 സൗന്ദര്യം, 2 ബുദ്ധി, 3 സ്ഥാനമാനം. ഉണ്ടോ? ദൈവം മാലാഖമാർക്ക് കൊടുത്തിരുന്ന 3 വിശിഷ്ടമായ കൃപകളായിരുന്നു, നന്മകളായിരുന്നു. എന്തൊക്കെയാണ്? 1 സൗന്ദര്യം, 2 ബുദ്ധി, 3 അവർക്ക് നല്ല സാമർത്ഥ്യം. അപ്പം ഈ ദൈവദൂതന്മാരാണ് ആരായി മാറിയത്? ആരായി മാറിയത്? സാത്താനായി മാറിയത്. വീണ്ടും, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? അല്ലേ? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. എന്താണ് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്? ദൈവത്തെക്കാളും ഉയരാനാണ് ഈ മാലാഖമാരുടെ മനസ്സിൽ വന്ന ആഗ്രഹം. അപ്പോൾ ആണ് അവർ സാത്താനായി പിശാചായിട്ടും പറഞ്ഞു, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. കണ്ടോ? ഞാൻ അത്യുന്നതനെ പോലെ ആകും, ദൈവത്തെ പോലെ ഞാനും ആകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. അപ്പം ലൂസിഫറിൻ്റെ അഹംഭാവവും അഹങ്കാരവുമാണ് ദൈവം അവർക്ക് കൊടുത്ത ഉന്നതമായ സ്ഥാനവും കൃപകളും മാലാഖി എന്നുള്ള നാമോദയവുമൊക്കെ നഷ്ടപ്പെടുത്തിയത്. പിന്നെയോ പ്രകാശത്തിൻ്റെ മക്കൾ അന്ധകാരത്തിൻ്റെതായി മാറുകയും അവർ അന്ധകാരത്തിൽ കൂരിരുട്ടിലേക്ക് നിബന്ധിക്കുകയും ചെയ്തു. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ കടന്നു വരുന്നത്? നമുക്കും അല്ലേ, നമ്മളും ഇതുപോലെയൊക്കെ തന്നെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് ഇത് 2-ാം ലേഖനം 2:11 നമ്മളിങ്ങനെ വായിക്കുക. സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരാകാതിരിക്കേണ്ടത്. ഉണ്ടോ? സാത്താൻ എന്ത് ചെയ്യും? നമ്മളെ കബളിപ്പിക്കും. സാത്താൻ നമ്മളെ കബളിപ്പിക്കും. അതുകൊണ്ട് അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച്, ഏതെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങളാണ് അവൻ നമുക്കെതിരെ ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുക. ഉണ്ടോ? പാപം ചെയ്ത ദൈവദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിവസം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ അഴിയിലേക്ക് തള്ളിവിട്ടു. കണ്ടോ?
പാപം ചെയ്ത ദൈവദൂതന്മാരെ, നമ്മൾ ദൈവദൂതന്മാരാണ് അല്ലേ, ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. അപ്പം നമ്മൾ പാപം ചെയ്താൽ ആ തിന്മയുടെ പരിണതഫലമായിട്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാം എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ പിഴച്ചു പോയ ഈ മാലാഖമാർ മനുഷ്യനെ കബളിപ്പിക്കാനും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനും പരിശ്രമിക്കുകയാണ്. ആദ്യം മുതൽ അതാ ചെയ്യുന്നത് അല്ലേ. ആദവും ഹവ്വായും അവരെന്താ ചെയ്തത്? സ്ത്രീയോട് സാത്താൻ പറഞ്ഞ ഏറ്റവും വലിയൊരു സംഭവം എന്നാ? സ്ത്രീയോട് പറഞ്ഞ എന്താ? നീ ഈ പഴം തിന്നുന്നത് കൊണ്ട് മരിക്കുകയില്ല എന്നാ പറയുന്നത് കേട്ടോ. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. അപ്പം ദൈവത്തെ ഒരു നുണയനാക്കുക അല്ലേ. ഉൽപ്പത്തിയുടെ പുസ്തകം 3:4-5 അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തെ ഒരു നുണയനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആണ് ഇവിടെ സാത്താൻ ആദ്യ മാതാപിതാക്കളെ കീഴ്പ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഇതൊക്കെ തന്നെയാണ്. ആ കണ്ണിന് കൗതുകരമായ, കാതിന് ഇമ്പകരമായ, ഹൃദയത്തിന് ആസ്വാദ്യകരമായ എല്ലാം നമ്മൾ അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അല്ലെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്ഥിതി ഇതുപോലെ തന്നെയാണ്. ഒത്തിരി പേര് സീരിയലുകൾ, ഒത്തിരി പേര് ഒരുപാട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഈ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമുക്ക് കണ്ണുകൾക്കിമ്പമായിട്ട് തോന്നുന്നത്, കാതുകൾക്കിമ്പമായിട്ട് തോന്നുന്നത്, ഹൃദയത്തിന് ആസ്വാദ്യകരമായിട്ട് തോന്നുന്ന എല്ലാം നമ്മളിങ്ങനെ സ്വീകരിച്ച് അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളും ആരായി മാറുക? മാലാഖമാരായ നമ്മൾ ആരായി മാറുക? പിശാചുക്കളായി മാറുക. ഇന്ന് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ആ നല്ലതിനെ അല്ല നമ്മൾ സ്വീകരിക്കുന്നത്, മറിച്ച് അതിൽ തന്നെ നമ്മുടെ കണ്ണിന് ആസ്വാദ്യകരമായിട്ടുള്ളത്, അതിൽ തന്നെ നമ്മുടെ കാതുകൾക്ക് ഇമ്പമായിട്ട് തോന്നുന്നത്, അതിൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് ഒരു സന്തോഷം നൽകുന്നതൊക്കെ നമ്മൾ കണ്ട് കേട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളിവിടെ വന്നിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കൊന്തയിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ വഴിയും നമ്മൾ ഉപയോഗിക്കുന്ന ടി വിയിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ ഈ സീരിയലുകൾക്കും മറ്റ് പലതിനും നമ്മൾ അടിമകളാകുകയാണ് എങ്കിൽ നമുക്ക് ഇതേ സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഉണ്ടോ? 1 യോഹന്നാൻ 3:8 പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഹൃദയം കൊണ്ടോ ദൈവം അനുവദിക്കാത്തത് അനുഭവിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പാപം ചെയ്യുന്നു. എത്രയോ സമയം നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിൻ്റെ മുൻപിൽ ഇരുന്ന് കൊടുക്കുന്നു, അത് നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു. വചനം പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. ഏതെങ്കിലും നീ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നിന്നെ ഒരു പാപപ്രവൃത്തിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്ന് വരുന്നതാണ്, തിരിച്ചറിയണം. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തിയ വചനം എന്ന് പറഞ്ഞേ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന എന്തിനാ? പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് നമ്മൾ ഓർക്കണം. 2 പത്രോസ് 2:4 നമ്മളിങ്ങനെ വായിക്കുകയാണ്, പാപം ചെയ്ത ദൂതന്മാരെ, ദൈവദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. ഉണ്ടോ? ആ വാക്കൊന്ന് കേട്ടെ. പാപം ചെയ്ത ദൈവദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, അവരെ വിധി ദിവസം വരെ സൂക്ഷിച്ചു അല്ലേ. അവരെ അവിടുന്ന് ഇരുളഴകളിൽ സൂക്ഷിച്ചു. സന്തോഷമില്ല, സമാധാനമില്ല, നിരാശ, ഒരു ആനന്ദവും തോന്നുന്നില്ല, ഒരു സമാധാനവും തോന്നുന്നില്ല. മനസ്സിൽ വല്ലാത്ത അന്ധകാരം, വല്ലാത്ത വിഷമം. ആർക്കും സ്വാതന്ത്ര്യപ്പെടുത്താൻ പറ്റുന്നില്ല, ആർക്കും സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഓർമ്മകളെല്ലാം കുറ്റബോധമായിട്ടും നിരാശയായിട്ടും നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പിശാച് കടന്നു വരുന്ന
പൈശാചിക ശക്തി നമ്മളുടെ മേൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള സാത്താൻ്റെ നുണകളെക്കുറിച്ച്, സാത്താൻ്റെ ആ കുറുക്ക് വഴികളെക്കുറിച്ച് നമ്മളെപ്പോഴും അജ്ഞരായിരിക്കരുത്, നമുക്കറിയാമായിരിക്കണം. അതുകൊണ്ടാണ് സിസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ, 5 കാര്യങ്ങളാണ് ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഒന്ന്, ദൈവത്തെ എനിക്ക് ആവശ്യമില്ല എന്ന് സാത്താൻ കൊണ്ടുവരുന്ന ഒരു ചിന്ത. അതായത് ദൈവത്തെ കൂടാതെ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ, നമുക്ക് മുന്നോട്ട് പോകണം. 2, ദൈവത്തെ നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുള്ളൊരു ചിന്തയും നമ്മളൊരു നല്ല മനുഷ്യരല്ല, നല്ലവരല്ല എന്നുള്ളൊരു ചിന്തയാണ് രണ്ടാമതായിട്ട് സാത്താൻ എടുക്കുന്നത്. അതിലാണ് കുറ്റബോധവും നിരാശയും എന്ന് സിസ്റ്റർ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. 3, ഇനിയും സമയമുണ്ട് എന്നുള്ളൊരു ചിന്ത പിശാച് എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലിട്ട് കൊടുത്തിട്ട് മാനസാന്തരം നീട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥ. നല്ല കുമ്പസാരത്തിന് സമയം നീട്ടിക്കൊണ്ടുപോകുന്നു, മാനസാന്തരത്തിന് നല്ല സമയം നീട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ സാത്താൻ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഇനിയും സമയമുണ്ട് എന്ന് സാത്താൻ പറഞ്ഞു തരും, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. 4, ആകുലതകളും ജീവിതത്തിൻ്റെ വ്യഗ്രതകളും മൂലം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ തന്നെയും ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉയരുന്നില്ല. അപ്പം അതുപോലെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, പ്രാർത്ഥനയോട് താല്പര്യമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ആകുലതകളും അസ്വസ്ഥതകളും മൂലം വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് സാത്താൻ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നു. അതാണ് നമ്മൾ 4 കാര്യം പറഞ്ഞത്. 5-മത്തേത്, പഴയകാല പാവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മ. അതായത് പഴയ കാലം നമ്മൾ പണ്ട് പാപം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വിധി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നല്ലതായിട്ട് ജീവിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, എനിക്ക് ശിക്ഷ കിട്ടും, ഞാൻ ശിക്ഷിക്കപ്പെടും. യേശു തരുന്ന ആ രക്ഷയിൽ, പാപമോചനത്തിലൂടെ ലഭിക്കാൻ പോകുന്ന ആ രക്ഷയെക്കുറിച്ചുള്ള ആ വലിയ കൃപയെ സാത്താൻ തടഞ്ഞു വെക്കുന്നു. അല്ലത്തെ ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഇനി 6-മത്തേത്, 5 കാര്യമാണ് സിസ്റ്റർ പറഞ്ഞു വെച്ചത്. 6-മത്തെ നുണ എന്താണെന്നറിയാവോ? സാത്താൻ പറയുന്നത്, സാത്താൻ എന്ന് പറയുന്നതൊന്നില്ല, പിശാചില്ല എന്ന് നമ്മളെ അങ്ങ് ധരിപ്പിക്കുവാണ്. പിശാച് തന്നെ നമ്മളെ അങ്ങ് ധരിപ്പിക്കുക. അപ്പം പിശാചില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശരിയും തെറ്റുമൊന്നും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. പിശാചുണ്ട്, പിശാചിനോട് ഈശോ തന്നെ നേരിടുന്നുണ്ട്, അല്ലേ? ബൈബിളിൻ്റെ ആരംഭം മുതൽ പിശാചുണ്ടെന്നുള്ളത് പല വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പിശാചില്ല എന്ന് പറയുകയും പിശാചിൻ്റെ ആ അസ്തിത്വത്തെ നമ്മൾ ഇല്ല എന്നുള്ള ആ വിശ്വാസത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അത് സാത്താൻ പറയുന്നതാണ്. പിശാചില്ല, സാത്താനില്ല. അതാണ് 6-മത്തെ പോയിൻ്റ്. 7-മത്തെ നുണ എന്താണെന്നറിയാവോ? നമ്മൾ ചെയ്യുന്ന പാപമൊന്നും ദൈവത്തെ വേദനിപ്പിക്കുന്നില്ല എന്നുള്ള പിശാചിൻ്റെ ഉപദേശമാണ്. നിങ്ങൾ എന്ത് പാപം വേണേലും ചെയ്തോ, ഒരു പാവവും ദൈവത്തെ വേദനിപ്പിക്കുന്നില്ല. കാരണം ദൈവം കരുണാമയനാണ്, ദൈവസ്നേഹമാണ്. അതുകൊണ്ട് ദൈവം അതെല്ലാം സ്വീകരിച്ചുകൊള്ളും. അപ്പം നമ്മുടെ പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടുത്തരുന്നത് ആരാണ്? പിശാചാണ്. നമ്മുടെ പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തിന്മയുടെ ഒരു ശക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഓരോ കുഞ്ഞു പാപവും ഈശോയ്ക്ക് വേദനയാണ്, ഈശോ വേദനിക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി 8-മത്തെ നുണ എന്താണെന്നറിയാവോ? 8-മത്തെ നുണ, മനുഷ്യരുടെ മുഴുവൻ തിന്മകൾക്കും യേശു ക്രിസ്തു പരിഹാരം ചെയ്തു കഴിഞ്ഞു, എല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യനെന്ന നിലയിൽ ഇനി നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്ത അതാര് തരുന്നതാണ്? പിശാച് തരുന്നതാണ്. അതായത് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു, മനുഷ്യനായി അവതരിച്ചു, കുരിശിൽ മരിച്ചു. യേശു നിനക്ക് വേണ്ടി രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നിനക്ക് നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, നീ ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം ആര് തരുന്നതാണ്? ദൈവത്തിൽ നിന്ന് വരുന്നതാണോ? പിശാച് തരുന്നതാണോ? പിശാച് തരുന്നത്. വലത്തേറുമേർത്തി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും അനന്തമായ യോഗ്യതകളോട് ചേർത്ത് വെക്കാൻ നമുക്കും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സഹനങ്ങൾ, നമ്മൾ സ്വയം ഏറ്റെടുക്കുന്ന പരിഹാര കൃത്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്, സമർപ്പിക്കേണ്ടത് തന്നെയാണ്. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്.
അപ്പം ഒന്ന് പറഞ്ഞേ, ആറാമത്തേത് എന്തായിരുന്നു? ആറാമത്തേത് പിശാച് എന്ന് പറയുന്നൊന്നും ഇല്ല, എല്ലാം അനുവദനീയമാണ്, എല്ലാം ശരിയാണ്, പിശാചില്ല. ഏഴാമത്തെ എന്തായിരുന്നു? നീ എത്ര വലിയ പാപം ചെയ്താലും കുഴപ്പമില്ല, നിന്റെ പാപം മൂലം ദൈവം എന്ത് ചെയ്യുന്നില്ല? ദൈവം വേദനിക്കുന്നില്ല. ആ ഒരു ചിന്ത. പിന്നെ നിന്റെ രക്ഷയ്ക്ക് നീ ഒന്നും ചെയ്യണ്ട, യേശുക്രിസ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു. ശരിയായ ചിന്തയാണോ അത്? ആണോ? യേശുക്രിസ്തു എനിക്കെല്ലാം ചെയ്തു തന്നു, യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളോട് ചേർത്ത് വെക്കാൻ എനിക്കും ഒരുപാട് ത്യാഗ ജീവിതം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇനി തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം എടുക്കാം നമുക്ക്. 1 തെസ്സലോനി 5-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള തിരുവചനം നമുക്കെടുക്കാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. ഉണ്ടോ? എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. ഇപ്പം പിശാചിൻ്റെ ഉപദേശങ്ങളെല്ലാം അനുസരിച്ച് നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്തകളെല്ലാം ഈ അന്ധകാരത്തിലാണ് കഴിയുന്നെങ്കിൽ നമ്മുടെ രക്ഷ ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞേ, മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഒന്നുകൂടെ പറഞ്ഞേ, മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ. അതായത് നിന്റെ രക്ഷ അങ്ങനെ അങ്ങ് നടന്നോളും, നീ ഒന്നും ചെയ്യണ്ട, നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നവന് ഉറങ്ങിക്കഴിയുക. അതുകൊണ്ട് വചനം പറയുന്നത്, ഉറങ്ങുന്നവൻ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യപിച്ച് ഉന്മത്തനാകുന്നവൻ രാത്രിയിലാണ് ഉന്മത്തനാകുന്നത്. ഉണ്ടോ? പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. പറഞ്ഞേ, സുബോധമുള്ളവരായിരിക്കാം. സ്വരവേദി പറഞ്ഞ് നമുക്ക് സുബോധമുള്ളവരായിരിക്കാം. ഉണ്ടോ? വചനം പറയുന്നു, ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ആ വചനം ഒന്നും ഉറക്കെ പറയണേ. ക്രോധത്തിനിരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കണം എന്നതാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ആമേൻ. വലത്തുകരം ഉയർത്തി പറഞ്ഞ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തെറ്റായ മനോഭാവങ്ങളും തെറ്റായ ചിന്തകളും തെറ്റായ പഠനങ്ങളും ഒക്കെ എപ്പോഴും നമ്മളെ ഈശോയിൽ നിന്ന് അകറ്റും, ദൈവത്തിൽ നിന്ന് അകറ്റും, അല്ലേ? ആണോ? അപ്പം സാത്താൻ പറഞ്ഞു തരുന്നതാണ് നമ്മളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നെങ്കിൽ, ആ പൈശാചിക ചിന്തകളാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ടാണ് ഇന്ന കാര്യങ്ങളൊക്കെ അത് പൈശാചികമാണ്, ഇന്ന ചിന്തകൾ അതൊക്കെ ദൈവികമല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വേർതിരിച്ച് അറിയണം. ഇപ്പം സിസ്റ്റർ എത്ര കാര്യം പറഞ്ഞു? 8 കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? 8 കാര്യങ്ങൾ. ഇനി ഒമ്പതാമത്തെ നുണ എന്താണെന്നറിയാവോ? ഒമ്പതാമത്തെ പിശാചിൻ്റെ ഏറ്റവും വലിയ നുണയെന്ന് പറയുന്നത് ദൈവം നല്ലവനല്ല എന്നുള്ളതാണ്. ദൈവം നല്ലവനല്ല. എത്രയോ പേര് പറയുന്നു, ദൈവസ്നേഹമാണെങ്കിൽ, ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ജോലി കിട്ടാത്ത എന്താ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എൻ്റെ വിവാഹം നടക്കാത്ത എന്താ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ രോഗം മാറാത്ത എന്താ? അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പിശാച് നമ്മളോട് പറയും, ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്നവനല്ല, ദൈവം സ്നേഹിക്കാൻ കൊള്ളാവുന്നവനല്ല, ദൈവം കരുണയല്ല, ദൈവം നന്മയല്ല. അപ്പോൾ പിശാചിൻ്റെ ഈ ഉപദേശമാണ് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നെങ്കിൽ നമ്മൾ മെല്ലെ പള്ളിയിൽ പോകാതെയാകും, ജപമാല ചെല്ലാതെയാകും, നല്ല കാര്യങ്ങളൊന്നും കേൾക്കാതെയാകും, ദൈവത്തോട് തന്നെ നമുക്കൊരു പുച്ഛം, ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങും. നമ്മളെ ഇന്ന് ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്കൊന്നും വരാത്തവരും, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരും
ഒരിക്കൽ പോലും ഒരു ധ്യാനം കൂടി ജീവിതത്തെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്തവരുടെയൊക്കെ മനസ്സുകളിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കിടപ്പുണ്ടാവും, നമുക്കറിഞ്ഞുകൂടാ. അപ്പം അവർക്ക് വെളിച്ചത്തിലേക്ക് വന്നേ പറ്റൂ. രക്ഷ പ്രാപിക്കണമെങ്കിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നിട്ട് പിശാചിനെയും അവൻ്റെ സകല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ മക്കളായി നമ്മൾ മാറണം. അലത്തേരമേർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഈ പിശാച് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? പിശാച് എന്ന വാക്കിൻ്റെ അർത്ഥം കുറ്റപ്പെടുത്തുന്നവനെന്ന. കുറ്റപ്പെടുത്തുന്ന നമ്മളെപ്പോഴും എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ നമ്മൾ ആരാ? പിന്നെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. പിശാച് എന്ന വാക്കിന് വേറൊരു അർത്ഥം കൊണ്ട് എതിർക്കുന്നവൻ എന്നും കൂടെ ഉണ്ട്. എതിർക്കുന്നവൻ. എല്ലാ കാര്യത്തിലും ചിലർക്ക് കുറ്റപ്പെടുത്തലും ചിലർക്ക് എതിർപ്പുമാണ്. ഒന്നിനോടും ഒരു തുറന്ന മനസ്സില്ല, ഒരു സഹകരണമില്ല. എല്ലാത്തിനും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും, എല്ലാത്തിനും എന്തെങ്കിലും പറഞ്ഞ് എതിർത്ത് നിൽക്കും. സഹകരിക്കാൻ പറ്റുന്നില്ല, കൂട്ടായ്മ വരാൻ പറ്റുന്നില്ല, ഐക്യത്തിൽ വരാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഭിന്നത ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് കൂട്ടായ്മകളെ തകർക്കേണ്ടത് എന്നാണ് പിശാചിൻ്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള പൈശാചിക ശക്തിയുടെ ആ ഡിഗ്രി അല്ലെ എത്രത്തോളം തിന്മ നമ്മളിൽ വളരുന്നുണ്ട് എന്നറിയാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഈ പിശാച് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. എപ്പോഴും ഞാനിങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തും, മക്കളെ കുറ്റപ്പെടുത്തും, ഭാര്യയെ കുറ്റപ്പെടുത്തും, കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തും. അതെന്തിൻ്റെ അടയാളമാണ്? എന്നിൽ പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ അശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പം നമ്മളത് തിരുത്താനായിട്ട് തയ്യാറാകണം. പിന്നെ എതിർപ്പ് എല്ലാ കാര്യങ്ങളും, നന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും എതിർക്കുന്ന ഒരു സ്വഭാവം, അതാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയെങ്കിലും അവളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് പൈശാചികമായിട്ടുള്ളൊരു സ്വാധീനം വളരെ ശക്തമായിട്ട് എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകാത്തത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാര്യഭർത്തൃ ബന്ധം നന്നായിട്ട് പോകാത്തത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സഹോദരങ്ങളുമായിട്ടൊക്കെ എനിക്ക് ഐക്യത്തിൽ കഴിയാൻ പറ്റാത്തത്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ആരുടെയും നന്മ കാണാൻ പറ്റാത്തത്. മറ്റുള്ളവർക്ക് നന്മയൊക്കെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന അസൂയയും ഒക്കെ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ഈ തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോവുക. ഹല്ലേലൂയ. അലത്തേരെ ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. 9 നുണകൾ സിസ്റ്റർ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? 9 നുണകൾ. ഇനി 10ാമത്തേത് എന്താണെന്നറിയാവോ? 10ാമതായിട്ട് സാത്താൻ പറയുന്നൊരു നുണ എന്ന് പറയുന്നത് ദൈവം എപ്പോഴും നിന്നോട് കോപിക്കുന്നവനാണ്. ദൈവം എപ്പോഴും നിന്നെ ഇങ്ങനെ കോപിച്ച് ശിക്ഷിക്കുന്നവനാണെന്നുള്ളൊരു ചിന്ത നമുക്ക് ആരുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ടോ? ദൈവം എപ്പോഴും എന്നോട് കോപിച്ചിരിക്കുവാണ്, ദൈവം എപ്പോഴും എൻ്റെ പാവങ്ങൾ ഓർത്തിരിക്കുവാണ്, ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണിതെല്ലാം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ആര് തന്നതാ? പിശാച. ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളോടുള്ള എന്താ? വിശ്വവിശുദ്ധ ഫൗസ്തീനയോട് പറയുന്നുണ്ട്, നീ എല്ലാവരോടും പറയുക എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണെന്ന്, എൻ്റെ ഹൃദയം നിറയെ കരുണയാണെന്ന് നീ പറയുക. അപ്പം ദൈവം നമ്മളോട് കോപിച്ചിരിക്കുവല്ല. ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മക്കളോട് കോപിക്കാറുണ്ട്, അല്ലേ? ഉണ്ടോ? അതാണ് ദൈവത്തിൻ്റെ കോപം. എപ്പോഴാണ് മക്കളോട് കോപിക്കുന്നത്? അവർ തെറ്റ് ചെയ്യുമ്പോഴാണ്, അവരേതെങ്കിലും ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോഴാണ്, ചെയ്യരുതാത്തത് ചെയ്യുമ്പോഴാണ്, അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് മാതാപിതാക്കൾ മക്കളോട് കോപിക്കുന്നത്. ഇതുപോലെ ദൈവം എപ്പോഴെങ്കിലും എന്നെ ശ്വാസിക്കുന്നുണ്ടെങ്കിൽ, കോപിക്കുന്നുണ്ടെങ്കിൽ എന്നെ ദൈവം തിരിച്ചു വിളിക്കുന്നതാണ്. അല്ലാതെ ദൈവം കോപമല്ല, എൻ്റെ പാപത്തിൻ്റെ നേരെയാണ് ദൈവം കോപിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കോപിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടല്ല കോപിക്കുന്നത്, ആ കുഞ്ഞ് ചെയ്ത, ആ മകൻ ചെയ്ത, മകൾ ചെയ്ത ആ പ്രവൃത്തിയോടാണ്, അല്ലേ? ആ പ്രവൃത്തി നീ എന്തിനാ ചെയ്തത്? അതാണ് ചോദിക്കുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നതും നമ്മുടെ നേരെയല്ല, നമ്മളെ ദൈവം സ്നേഹിക്കുകയേ ചെയ്യുന്നുള്ളൂ. ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പിന്നെ 11ാമത്തെ 10 നുണകൾ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു. 11ാമത്തെ നുണ എന്താണെന്നറിയാമോ? സാത്താൻ നമ്മളോട് പറയുന്ന 11ാമത്തെ നുണ എന്ന് പറയുന്നത്, നിനക്കെന്തോ കുഴപ്പമുണ്ട്, നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. അതെപ്പോഴും നമുക്കെന്തോ കുഴപ്പമുണ്ട്. ഈ ചിന്ത എവിടെ നിന്ന് വരുന്നതാണ്? ദൈവത്തിൽ നിന്നാണോ? ആണോ? അല്ല.
നിനക്കെന്തോ കുഴപ്പമുണ്ട്, നീ കൊള്ളത്തില്ല. ഈ ചിന്ത പിശാചിൽ നിന്ന് വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി നമ്മുടെ കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, അല്ലേ? പാപത്തിൻ്റെ പരിണതഫലമായിട്ടുണ്ടായ എല്ലാ കുഴപ്പങ്ങളും പരിഹരിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് അനുതാപത്തോടെ കുമ്പസാരിച്ച് കഴിയുമ്പോൾ എല്ലാ പാപത്തിനും നമ്മൾ മോചിതരാകുന്നു, വിശുദ്ധരായി മാറുന്നു. വീണ്ടും ആ പാപം ചെയ്യുന്നത് വരെ വീണ്ടും ആ പാപത്തിലേക്ക് വീഴാതിരിക്കാനുള്ള കൃപ പോലും ദൈവം തന്ന് നമ്മളെ വീണ്ടെടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ്. എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കുന്നത് അത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിനക്കെന്തോ കുഴപ്പമുണ്ട്, നിനക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിന്നെ കാണാൻ കൊള്ളത്തില്ല, നിനക്ക് സൗന്ദര്യമില്ല, നീ മറ്റുള്ളവരെ പോലെയൊന്നും അല്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് ഈ അപകർഷതാബോധം, അല്ലേ? അപകർഷതാബോധം. ഈ അപകർഷതാബോധം നമ്മുടെ ഉള്ളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു നന്മയും നമ്മൾ ചെയ്യത്തില്ല, മറ്റുള്ളവരുടെ നന്മയും നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. ആരും ഒരു നന്മയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല, മറ്റുള്ളവരുടെ വിജയം കാണാൻ പറ്റത്തില്ല. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി അങ്ങ് പോകും, നമ്മുടെ മൂഡ് മാറും. വലത്തേറുമീർത്തി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനായാൽ നമുക്ക് കുറവുകളൊക്കെ ഉണ്ട്, പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന പോലെ പരിശ്രമിക്കുന്നു. അതിനെല്ലാം ഉള്ള കൃപ ദൈവം നമുക്ക് തരുന്നു. അല്ലാതെ നമ്മളൊരു അപകർഷതാബോധത്തിൻ്റെ അടിമത്തത്തിൽ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ആണ് 11. 12ാമത്തെ നുണ എന്താണ്? 12ാമത്തെ നുണ എന്താണെന്ന് ചോദിച്ചാൽ, സാത്താൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരനാരാ? ദൈവമാണെന്ന്. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരനാരാ? ദൈവമാണ്. അപ്പം ദൈവത്തെ കുറ്റപ്പെടുത്തുക, ദൈവത്തെ ഇങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ട്, മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മനുഷ്യൻ്റെ എല്ലാ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും എല്ലാം കാരണം ആരാ കാരണം? മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ദൈവമാണെന്നാണ് സാത്താൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ ജീവിതത്തിൽ വലിയൊരു നിരാശ വന്നു, ഇതിനൊരു പരിഹാരമായിട്ട് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് ചിന്തിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പക്ഷേ ആത്മഹത്യ സംഭവിച്ചില്ല, മരിച്ചില്ല, രക്ഷപ്പെട്ടു. പക്ഷേ ഒരു തീപ്പൊള്ളലേൽക്കുവോ അല്ലെങ്കിൽ ഒരു ആസിഡ് കഴിക്കുവോ എന്തെങ്കിലും ചെയ്താൽ എത്ര കാലത്തേക്ക് നമ്മൾ അതിൻ്റെ ദുരിതഫലം അനുഭവിക്കണം, അല്ലേ? ശരീരം മുഴുവൻ വെന്തു പൊള്ളി അതിൻ്റെ വേദന, അല്ലെ ആസിഡ് കഴിച്ചു ആന്തരികമായിട്ടുള്ള അവയവങ്ങളെല്ലാം വെന്തു പൊള്ളി അസഹനീയമായ സഹനത്തിലൂടെ കടന്നു പോവുക. ദൈവമാണോ അതിൻ്റെ കാരണക്കാരൻ? ആണോ? അല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഒരു പ്രതിഫലനമുണ്ട്. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് നമ്മൾ അനുഭവിക്കും, തിന്മയായിട്ടുള്ളത് ചെയ്യുമ്പോൾ ആ തിന്മയ്ക്ക് അതിൻ്റേതായൊരു ഫലമുണ്ട്, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. വലത്തേറുമീർത്തി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒത്തിരി പേരും ഇന്ന് കുമ്പസാരം, കുർബാന, സഭയുമായിട്ടുള്ള കൂട്ടായ്മ, ഇങ്ങനെയുള്ള ധ്യാന ശുശ്രൂഷകൾ, ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ, ദൈവത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകൾ ഒക്കെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നിട്ടാണ്. എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്. എഫെസസ് 6:10 മുതലുള്ള വചനം എന്താണത്? അവസാനമായി കർത്താവിലും. ഈ വചനം ചിലപ്പോൾ ചിലരൊക്കെ എല്ലാ ദിവസവും വായിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനമാണ്, ചെയ്യണം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഹല്ലേലൂയ, കരുത്തുള്ളവരാകുവിൻ. എങ്ങനെയാണ് നമ്മൾ കരുത്താർജിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമ്മൾ കരുത്തുള്ളവരായി മാറുന്നത്? നമ്മൾ ശക്തരായി മാറുന്നത് എങ്ങനെയാണ്? എങ്ങനെയാ? പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ശക്തൻ, ഏറ്റവും കരുത്തുള്ളവൻ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഒരിക്കലും സാത്താന് വഞ്ചിക്കാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് എവിടുന്ന് വരുന്നതാ? പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് വരുന്നതാ. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അത് സാത്താൻ
അറിയാവുന്നത് കൊണ്ട് സാത്താൻ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ബ്ലോക്ക് ചെയ്യും. വീട്ടിൽ ജപമാല, സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ഉള്ള ആ പ്രാർത്ഥന കൂട്ടായ്മ, വീട്ടിലെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുന്നൊരു കൂട്ടായ്മ, ആ പ്രാർത്ഥന ബ്ലോക്ക് ചെയ്യും. ജപമാല വേണ്ടാന്നോ. പിന്നെ ഞായറാഴ്ച കുർബാന പല കാരണങ്ങൾ പറഞ്ഞ്, വിരുന്നുകാർ വന്നു, വിരുന്നിന് പോയി, അല്ലെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഞായറാഴ്ച ഇടവകയാകുന്ന കുടുംബത്തിലെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അതും ഇപ്പോൾ താൽക്കാലികമായിട്ട് അങ്ങ് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അപ്പം ഓരോ പ്രാർത്ഥനയിൽ നിന്നും, നമ്മൾ വിശുദ്ധ കുർബാനയാകുന്ന പ്രാർത്ഥനയിൽ നിന്നും, ജപമാലയിൽ നിന്നും, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്നും, കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിൽ നിന്നൊക്കെ നമ്മൾ മെല്ലെ അങ്ങോട്ട് മാറി മാറി നിൽക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? നമ്മുടെ കരുത്ത്, നമ്മുടെ ശക്തി നഷ്ടപ്പെടുക. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വചനം ഒന്ന് പറഞ്ഞേ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ. ആ കുടിലതന്ത്രം അവൻ്റെ ഒരു കുടിലതന്ത്രം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അവന് 9 കുടിലതന്ത്രങ്ങൾ വേറെ കൊണ്ടുവരും. അപ്പം സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്താണ് ഈ എല്ലാ ആയുധങ്ങളെന്ന് പറയുമ്പോൾ? എന്തൊക്കെയാണ്? സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ്? ഓർണ സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥന. നമുക്കത് പറയാം, അത് പറയാം. ഇനി കണ്ടോ, എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മൾ ആരോടാ പടവെട്ടുന്നത്? തിന്മയുടെ ദുരാത്മാ. ആരോടാ പടവെട്ടുന്നത്? ദുരാത്മാക്കളോടാ, തിന്മയുടെ ദുരാത്മാക്കളോടാണ് നമ്മൾ പടവെട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ജപമാലയോ ഒരു നന്മ പറഞ്ഞു പറയുമോ ഒന്നും ചെല്ലിയാൽ പോരാ. മതിയോ? അതിനാൽ ദൈവത്തിൻ്റെ പൗലോസ് പറയാണ്, അതിനാൽ നിങ്ങൾ തിന്മയുടെ ദുരാത്മാക്കളോട് പടവെട്ടാനുള്ളവരായതുകൊണ്ട് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്ത് ഒരായുധമാണ് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ തന്നെ പലതുണ്ട്. വിശുദ്ധ കുർബാന, ജപമാല, ഇങ്ങനെയുള്ള കൂട്ടായ്മയിലിരുന്നുള്ള പ്രാർത്ഥന. പിന്നെ എന്താണ്? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. പിന്നെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത്. ബൈബിൾ ഇരുന്ന് വായിക്കണം. ബൈബിൾ ഇരുന്ന് നമ്മൾ വായിക്കണം. അത് വലിയൊരായുധമാണ്. വചനമാകുന്ന വാളാണ് നമ്മളെടുക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, സാത്താന് നമ്മുടെ മേൽ ഒരു അധികാരമുണ്ടാകുന്നത് എപ്പോഴാണെന്നൊന്ന് പറയാമോ? സാത്താന് നമ്മുടെ മേൽ അധികാരമുണ്ടാകുന്നത് അവൻ്റേതായ എന്തെങ്കിലും നമ്മളിലുള്ളപ്പോഴാണ്. അവൻ്റേതായ എന്തെങ്കിലും നമ്മളിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? സാത്താൻ്റേതായ എന്തെങ്കിലും നമ്മളിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ? സാത്താനിൽ എന്തേ ഉള്ളൂ? തിന്മയേ ഉള്ളൂ, നന്മയില്ല. അപ്പം സാത്താൻ്റെ ഏതെങ്കിലും ഒരു തിന്മ എന്നിലുണ്ടെങ്കിൽ അവൻ എന്ത് പറയും? എൻ്റെ മേൽ അവകാശം പറയും. മനസ്സിലായോ? അതുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കുക. സത്യം, ക്രിസ്തു, യേശുക്രിസ്തുവാകുന്ന സത്യം കൊണ്ട് അരമുറുക്കുക. യേശുക്രിസ്തുവാകുന്ന സത്യത്തിൽ തിന്മയില്ല, നന്മ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ നന്മയുടെ പക്ഷത്ത് തന്നെ നമ്മൾ നിൽക്കണം. 2 വഞ്ചി കാല് വെച്ച് തുള്ളിച്ചാടരുത്. ചിലർക്ക് 2 വഞ്ചിയിലാണ് ജീവിതം, അല്ലേ? പള്ളി വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരു രൂപം, പുറത്ത് ചെല്ലുമ്പോൾ വേറൊരാൾ. അപ്പം ഈ മുഖം മൂടി അണിയരുത്. സത്യം കൊണ്ട്, സത്യം, സത്യം. നീ ആരുടെ പക്ഷത്താണ്? ദൈവത്തിൻ്റെ പക്ഷത്താണെങ്കിൽ നിന്നെ തൊടാൻ സാത്താന് പറ്റിയല്ല. സാത്താൻ്റേതായിട്ട് എന്തെങ്കിലും നുണ പറയുന്ന ശീലം, പരദൂഷണം, വ്യഭിചാരം, മദ്യപാനം, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും സാത്താൻ്റേതായിട്ടുള്ള എന്തെങ്കിലും നിന്നിൽ നീ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിനക്ക് സാത്താനെ എതിരിടാൻ പറ്റിയല്ല. ക്ലിയർ ആകുന്നുണ്ടോ? അടുത്തിരിക്കുന്നവർക്ക് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ചോദിച്ചേ, മനസ്സിലാകുന്നുണ്ടോയെന്ന്. സിസ്റ്റർ പറയുന്ന മനസ്സിലാകുന്നുണ്ടോയെന്ന് ചോദിച്ചേ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള പാദരക്ഷ, സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ
ധരിക്കുവിൻ. സർവോപരി, വീണ്ടും പറയാണ് പൗലോസ്ലീഹ, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പരിചയ, വിശ്വാസത്തിൻ്റെ പരിചയം അതെന്താണ്? നമ്മുടെ വിശ്വാസ ജീവിതം. എനിക്കൊരു ജീവിതമേ ഉള്ളൂ. അത് 2 വഞ്ചിക്കാല് വെച്ചുള്ളൊരു ജീവിതമില്ല, മുഖം മൂടി ധരിച്ചുള്ളൊരു ജീവിതമില്ല. എവിടെയും എനിക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. അതെന്താ ജീവിതമാണ്? ഒരു വിശ്വാസിയുടെ ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം. അല്ല, തീർമരുത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. രക്ഷയുടെ പടത്തപ്പി അണിയുക, വചനം, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. ഹല്ലേലൂയ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. ഹൃദയത്തിൽ വചനമുണ്ടാകണം, ആദരത്തിൽ വചനമുണ്ടാകണം. ഈ വചനം വാളാണ്. ഈ വാളെടുത്താണ് ഈശോ പിശാചിനെ തോൽപ്പിച്ചത്, അല്ലേ? ആണോ? ആണോ? അതെ. അപ്പോൾ വചനം വായിക്കാത്തവൻ്റെ ഹൃദയത്തിൽ വചനം ഉണ്ടാകുമോ? വചനം കേൾക്കാത്തവൻ്റെ ഹൃദയത്തിൽ വചനം ഉണ്ടാകുമോ? വചനം പറയാത്തവൻ്റെ അധരത്തിൽ വചനം ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ വചനം പുസ്തകം ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ളത് മാത്രമല്ല, ബൈബിൾ മേടിച്ച് വീട്ടിലിങ്ങനെ പ്രതിഷ്ഠിക്കാനുള്ളത് മാത്രമല്ല, വചനം വായിക്കാനുള്ളതാണ്. ആ വായനയിലൂടെ ഹൃദയത്തിലേക്ക് വരുന്നു, ചിന്തയിലേക്ക് വരുന്നു, മനസ്സിലേക്ക് വരുന്നു, നാവിലേക്ക് വരുന്നു. പ്രഘോഷിക്കാൻ തക്കവിധം വചനത്തെക്കുറിച്ച് പ്രബുദ്ധരായി മാറുന്നു. ഹല്ലേലൂയ. വലത്തേറ് വരുത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു വചനബദ്ധ ജീവിതം. അതുകൊണ്ടോ സങ്കീർത്തനം 54:7 പറയാണ്, ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ഏതാ ശത്രു? സാത്താൻ. സാത്താൻ. അതായത് പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ ജീവിക്കുന്ന, പരിശുദ്ധിയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സാത്താന് ഒരു വിധത്തിലും തകർക്കാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പിശാചിൻ്റെതായിട്ടുള്ള ഒന്നും അവനില്ലാത്തത് കൊണ്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട്, ഒരു കാര്യവും പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരാനായിട്ട് പറ്റത്തില്ല, നമ്മൾ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ പതനം നമ്മൾ കാണും. അതുകൊണ്ട് പിശാചിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ജീവിതം അത് പൂർണ്ണമായിട്ട് പിതാവിൽ കേന്ദ്രീകൃതമായിരുന്നാൽ മതി, യേശുവിൽ കേന്ദ്രീകൃതമായിരുന്നാൽ മതി, പരിശുദ്ധ ത്രിത്വത്തിൽ കേന്ദ്രീകൃതമായിരുന്നാൽ മതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:19 എടുത്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:19 നമുക്കൊന്നിമിച്ച് പറയാം. ഇതാ പറഞ്ഞേ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും. പാമ്പും തേളുമൊക്കെ എന്തിൻ്റെ പ്രതീകമാണ്? തിന്മയുടെ പ്രതീകം. തിന്മ എന്ന് പറയുന്നത് പൈശാചികമാണ്. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ചിലർക്ക് അറിയത്തില്ല ഈ വചനം. അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് നടക്കുക. പിശാച് അവർ ആഭിചാരം ചെയ്തിട്ടുണ്ടോ, ഇവർ മന്ത്രം ചെയ്തിട്ടുണ്ടോ, ഇവർ കൂടോത്രം ചെയ്തിട്ടുണ്ടോ, അവർ കോഴി വെട്ടുന്നുണ്ടോ, ഇവർ പിന്നെ എന്താ വെട്ടുന്നത് എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ വല്ലതും ആണോ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയപ്പെട്ട് വിഷമിച്ച് നടക്കുന്ന കൂട്ടരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പിശാചിൻ്റെ പക്ഷക്കാരായിട്ടല്ല ജീവിക്കുന്നെങ്കിൽ നമ്മളൊരാഭിചാരത്തെയോ മന്ത്രത്തെയോ കൂടോത്രത്തെയോ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ട്. ആ വചനം വലത്തുകര ഉയർത്തി ഒന്നും കൂടെ പറഞ്ഞേ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പിന്നെ പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം നമ്മൾ പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ മദ്യപിക്കുന്നു, അവസരം കിട്ടുമ്പോൾ വ്യഭിചരിക്കുന്നു, അവസരം കിട്ടുമ്പോൾ നുണ പറയുന്നു, അവസരം കിട്ടുമ്പോൾ പരദൂഷണം പറയുന്നു.
അവസരോചിതമായിട്ട് എല്ലാ തിന്മകൾക്കും കൂട്ടുകൂടുമ്പോൾ നമ്മൾ ആരുടെ പക്ഷക്കാരാ? നമ്മൾ ആരുടെ പക്ഷക്കാരാ? പിശാചിൻ്റെ പക്ഷക്കാരാ. അവിടെ നമ്മൾ പേടിക്കേണ്ടി വരും. അതാണ്. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ദൈവം അധികാരം കൊടുത്തിരിക്കുക. എന്താ അധികാരം? എന്താ അധികാരം? സാത്താൻ്റെ മേലുള്ള അധികാരം. ഇതുണ്ടോ, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11 മുതലുള്ള വചനം. അവിടെ നമ്മൾ കാണുവാണേ, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ രക്തം, സാക്ഷ്യത്തിൻ്റെ വചനം, ഇതെന്താ? അതെവിടെ കിട്ടുന്നത്? കുഞ്ഞാടിൻ്റെ രക്തം കിട്ടുന്ന എവിടെ? ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്? വിശുദ്ധ കുർബാനയില്ല. അപ്പോൾ ഒരിക്കലും വിശുദ്ധ കുർബാനയ്ക്ക് വരികയോ നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയോ ചെയ്യാത്തവർക്ക് ഈ തിന്മയിൽ നിന്നുള്ള ഒരു ബഹിഷ്കരണം കിട്ടുമോ? കിട്ടിയാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നാളുകളായിട്ട് കുമ്പസാരിക്കാത്തവരുണ്ടെങ്കിൽ, കുർബാന സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ സ്വീകരിക്കുകയൊന്നുമില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് തോന്നും, അയ്യോ ഞാൻ കുമ്പസാരിച്ചിട്ട് 10 വർഷമായല്ലോ, ഞാൻ കുമ്പസാരിച്ചിട്ട് 12 വർഷമായല്ലോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ചിന്തയാണ്. നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഞായറാഴ്ച പോലും, അല്ലേ, പരിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ഞായറാഴ്ച ദിവസം പോലും നമുക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ല. അന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുവാണെങ്കിൽ അവർക്ക് വേണ്ടി, അവരുടെ ആ ജീവിതം ഒന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം, ഈശോയുടെ പരിശുദ്ധ രക്തം നമുക്ക് ഈ തിന്മയുടെ ശക്തിക്കുള്ള സംരക്ഷണമാണ്. ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുശരീരം, അത് സ്വീകരിക്കുന്ന നമ്മളെ ഒരിക്കലും തിന്മയ്ക്ക് തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വേണ്ടത്ര ഒരുക്കത്തോടെ, വേണ്ടത്ര ഹൃദയത്തിൻ്റെ പരിശുദ്ധിയോടെ, നമുക്കാവുന്ന രീതിയിൽ എപ്പോഴും ഒരു കുഞ്ഞു പാവം പോലും മറച്ചു വയ്ക്കാതെ അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തിയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുപോയിക്കോളും. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. പറഞ്ഞേ, സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടോ പറയുന്നത്? എന്താന്ന് നോക്കിയേ, ഒരു വചനമുണ്ട് അവിടെ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. നമുക്കിനി ഈ ഭൂമിയിൽ ജീവിക്കാൻ എത്ര സമയമുണ്ടെന്ന് അറിയാവോ? ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ? എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയാവുന്നു, അല്ലേ? നമ്മുടെ മരണസമയം നമുക്ക് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ ഇന്നാകാം, ചിലപ്പോൾ രാത്രിക്കാകാം. അപ്പം ചുരുങ്ങിയ സമയമേ. അപ്പം നമ്മുടെയൊക്കെ ആ ആയുസിൻ്റെ ദിനങ്ങളൊക്കെ ചുരുങ്ങിയ ദിവസങ്ങളാണ് എന്നറിഞ്ഞ് പിശാച് എന്ത് ചെയ്യുവാണ്? ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനെ പോലും പാപം ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അരിശം കൊണ്ട് അവൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. സത്യത്തിൽ നിലനിൽക്കുക. സത്യവാരാ? യേശു ക്രിസ്തു, അല്ലേ? യേശുവാണ് സത്യം. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന സത്യത്തിൽ നിലനിൽക്കണം. അതാണ്. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ആര്? പിശാച്. നുണയനും നുണയുടെ പിതാവും. വലത്തുയർത്തി സ്വരമുയർത്തി നമുക്ക് പറയാം, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നമ്മളെ നോക്കിയാ പറയുന്നത്. നമ്മളെവിടെ നിന്നുള്ള? പിശാചിൽ നിന്നുള്ളവരല്ല. പിന്നെയോ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്.
നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ, ആ വചനം പറഞ്ഞേ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആരാ ഉള്ളിലുള്ളത്? ആരാ നമ്മുടെ ഉള്ളിലുള്ളത്? ഈശോ. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചവരൊന്ന് കൈപൊക്കിക്ക്. എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്നൊന്ന് പറഞ്ഞ്, നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞ്, എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, ഈശോ ഉണ്ട്. ആ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. വചനം പറയണം, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അതായത് യേശുവിൻ്റെ നാമം നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് നടന്നാൽ, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ നമുക്ക് തിന്മയെ കീഴടക്കാനായിട്ട് പറ്റും. യേശു നാമം ചൊല്ലിക്കൊണ്ട് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. പറഞ്ഞേ, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. എന്താണ് അടയാളം? അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. എന്താ അടയാളം? പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയോട് കൂട്ടുചേരാൻ അവർക്ക് പറ്റത്തില്ല. വിശ്വസിക്കുന്നവരോട് കൂടെയുള്ള അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് തിന്മയോട് കൂട്ടുചേരാനായിട്ട് പറ്റത്തില്ല. വലത്തേറുമേർത്തി ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ തിന്മയെ ഉപേക്ഷിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. തിന്മയെ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8:34 പറയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പറഞ്ഞേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഇന്ന് നമ്മളൊരു വലിയൊരു ഡെലിവറൻസ് ആരാധന, നമുക്ക് വലിയൊരു തിന്മയുടെ ആ ശക്തിയെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ, തള്ളിക്കളയാൻ നമുക്ക് ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന പാപം വഴി, മദ്യപാനമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കുമരുന്ന് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിന്മ ഞാനിങ്ങനെ വിടാതെ ഇങ്ങനെ പിടിച്ചിരിക്കുവാണെങ്കിൽ അതെന്നെ അടിമപ്പെടുത്തിയിരിക്കുക. ആ ഒരു തിന്മയിലൂടെ ആര് എന്നെ സ്ഥാനം പിടിച്ചിരിക്കുക? പിശാച് എന്നിൽ സ്ഥാനം പിടിച്ചിരിക്കുക. അപ്പോൾ അത് ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. വലത്തുകര ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 11 നമ്മളിങ്ങനെ കാണുന്നു: 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. അവളുടെ ലക്ഷണം എന്താണ്? 18 വർഷമായി. ആരാ അവിടെ ഉള്ളത്? ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി തീർന്നു. അവൾക്ക് നിവർന്നു നിൽക്കാനേ പറ്റുന്നില്ല. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൻ നിവർന്നു നിൽക്കുകയും ചെയ്തു, ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പൈശാചികമായിട്ടുള്ള അടിമത്തത്തിൻ്റെ പരിണതഫലമായിട്ട് എന്തു വരാം? രോഗങ്ങളൊക്കെ വരാം. അപ്പം ഈ പിശാചിനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ എന്ത് മാറും? രോഗം മാറും. ചില രോഗങ്ങളൊക്കെ അങ്ങനെയാണ്, അതൊക്കെ മാറും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എനിക്കറിയാം പല വ്യക്തികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി, കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ വരും. പറയും, സിസ്റ്റർ, എനിക്ക് തലവേദന തുടങ്ങിയിട്ട് 20 വർഷമായി, അല്ലെങ്കിൽ എനിക്ക്
ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ട് 30 വർഷമായി, ഒത്തിരി മരുന്ന് കഴിച്ചു, മാറുന്നില്ല. പക്ഷേ അവർക്ക് വേണ്ടി നല്ലൊരു ഡെലിവറൻസ് പ്രെയർ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്നേക്കുമായിട്ട് അവരുടെ തലവേദന പിന്നെ ഇല്ല, അവരുടെ ശ്വാസം മുട്ടൽ പിന്നെ ഇല്ല, അവർക്ക് രോഗങ്ങളില്ല, അവർ വിമോചരാകുക. അപ്പം യേശു ക്രിസ്തു അവരെ മോചിപ്പിക്കുക, സ്വതന്ത്രരാക്കുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആരാധനയുടെ നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എനിക്ക് പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഓക്കെ, എല്ലാവരും കൈപൊക്കി. ഇനി കണ്ണുകളടച്ച് നെഞ്ചോട് കരങ്ങൾ ചേർത്ത് വെച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എന്താ തിരിച്ചറിയണം? എന്താ തിരിച്ചറിയേണ്ടത്? എന്താ തിരിച്ചറിയേണ്ടത്? നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ? അത് തിരിച്ചറിയണം. നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ? നിങ്ങളിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ കണ്ണടച്ച് നിൽക്കുക, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഈ പിശാച് വിട്ടു പോകുന്ന അനുസരിച്ചായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വരുന്നത്. അനാവശ്യമായ സംസാരവും ആവശ്യമില്ലാത്ത കുറ്റം പറച്ചിലും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം നമ്മളിലൂടെ പിശാച് ആ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുവാണ്. അപ്പം നമ്മൾ ഇനി ഞാൻ ആരുടെയും കുറ്റം പറയല, ഇനി ഞാൻ ആരെയും എതിർക്കുകയില്ല. ചില നല്ല തീരുമാനങ്ങളിലൂടെ സാത്താനെ തോൽപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. നമ്മൾ ഈ പൈശാചിക ശക്തിയോടെയാണ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നെങ്കിൽ ആ കുടുംബത്തിൻ്റെ സമാധാനം തീരും. നമ്മൾ പിശാചിനെയും അവൻ്റെ സകല പ്രവൃത്തികളെയും ഈശോയുടെ നാമത്തിൽ തള്ളിക്കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് യേശുവിനെ രക്ഷകനെ നാഥനുമായി സ്വീകരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കയറി ചെന്നേ ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ഒരാനന്ദം, കൂട്ടായ്മയുണ്ടാകും. പരസ്പരം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പരസ്പരം സ്നേഹിക്കാൻ പറ്റും, പരസ്പരം ക്ഷമിക്കാൻ പറ്റും, പോട്ടയെന്ന് വെക്കാൻ പറ്റും, സാരമില്ലെന്ന് വെക്കാൻ പറ്റും. എപ്പോഴും എല്ലാറ്റിനോടും മറുതലിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വഭാവം അതൊരു പൈശാചികമായ പ്രവൃത്തി നമ്മളിലൂടെ നടക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അനുദപിച്ച് തിരിച്ചു വരാനായിട്ട് ഈശോയോട് നമുക്ക് കൃപയ്ക്ക് വേണ്ടി യാചിക്കാം.